1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ സംഘർഷങ്ങൾ മൂർച്ഛിച്ചതിന്റെ ഫലമായി പിറവിയെടുത്ത പാർട്ടി. ഉത്തരം സ്വരാജ് പാർട്ടി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15? ഉത്തരം അരവിന്ദ് ഘോഷ്. രാജാജി, തെക്കു നിന്നുള്ള യോദ്ധാവ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെന്റിനെ സഹായിച്ച വനിത? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ജഗ്ജീവൻ റാം അറിയപ്പെട്ടത് ഏതു പേരിലായിരുന്നു? ഉത്തരം ബാബുജി. ബാപ്പുജി എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. തെക്കേ ഇന്ത്യയുടെ ദീപവാഹകൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവ്? ഉത്തരം എസ് സത്യമൂർത്തി. ഗീതാ രഹസ്യം എന്ന പുസ്തകം രചിച്ച നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എസ് ബി ചൗധരി. കോൺഗ്രസിൽ ചേരരുത് എന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത മുസ്ലിം നേതാവ് ആരാണ്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഏത് യുദ്ധത്തിനിടയിലാണ് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിന് രൂപം നൽകിയത്? ഉത്തരം ബൂവർ യുദ്ധം. ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യത്തിന്റെ പേര്? ഉത്തരം രാമരാജ്യം. മരണ ദിവസം ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഐ ഫോളോ ദ മഹാത്മാ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ എം മുൻഷി. ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം രൂപവൽക്കരിച്ച വർഷം? ഉത്തരം 1932. സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഉത്തരം 1938 ഹരിപുര സമ്മേളനം. പൂനെയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം മാറ്റുവാനുണ്ടായ കാരണം? ഉത്തരം പ്ലേഗ് പടർന്നു പിടിച്ചതിനാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. മോത്തിലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷം? ഉത്തരം 1919 അമൃത്സർ സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ വ്യാപാര ഫാക്ടറി എവിടെയായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ സൂററ്റ്. ബാലവേല നിരോധിക്കുന്നതിന് 1881 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന നിയമം എന്തായിരുന്നു? ഉത്തരം ഫാക്ടറി നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. എൽബർട്ട് ബില്ല് പാസാക്കിയ വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം അശ്വിനി കുമാർ ദത്ത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം? ഉത്തരം 1930. കറൻസി നോട്ടുകൾ ഇറക്കാനുള്ള അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ ബ്രിട്ടീഷ് നിയമം? ഉത്തരം പേപ്പർ കറൻസി നിയമം. ബ്രിട്ടീഷുകാർ പേപ്പർ കറൻസി നിയമം പാസാക്കിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1861. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പി സി റോയ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും എക്കണോമിക്സിന്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി.
ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം ലാല ലജ്പത് റായ്. ഗുരുജി എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ്? ഉത്തരം MS ഗോൾവാൾക്കർ. 1947 ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം സർദാർ അജിത് സിംഗ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം പോണ്ടിച്ചേരി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? ഉത്തരം 1664. പ്രധാനമായും എത്ര മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായി? ഉത്തരം 4. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല കലാപങ്ങളിൽ അവസാനത്തേത് ഏതായിരുന്നു? ഉത്തരം കുറിച്യർ ലഹള. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1602. ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം ഏതാണ്? ഉത്തരം ശ്രീരംഗപട്ടണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? ഉത്തരം ഹർഡിഞ്ച് രണ്ടാമൻ. ലോർഡ് കിച്ചണറുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇന്ത്യക്കാർ വരാതിരിക്കാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി ബ്രിട്ടീഷുകാർ 21 നിന്ന് എത്ര വയസ്സായിട്ടാണ് കുറച്ചത്? ഉത്തരം 19. വടക്കേ ഇന്ത്യയിൽ ചിന്നിച്ചിതറി പ്രവർത്തിച്ചിരുന്ന തീവ്രവാദികളെയും വിപ്ലവകാരികളെയും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കാൺപൂരിൽ 1924 രൂപീകരിച്ച സംഘടന ഏതാണ്? ഉത്തരം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജസ്റ്റിസുമാർക്ക് വിചാരണ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ബിൽ ഏതാണ്? ഉത്തരം ഇൽബർട്ട് ബിൽ. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിച്ച അതിർത്തി രേഖ നിർണയിച്ചത് ആരാണ്? ഉത്തരം സർ മോർട്ടിമർ ഡ്യൂറൻ. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിച്ച് സർ മോർട്ടിമർ ഡ്യൂറന്റെ അതിർത്തി രേഖ നിർണയിച്ച വർഷം? ഉത്തരം 1893. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർ ഹ്യൂഗ് റോസ്. അനുശീലൻ സമിതി രൂപീകരിച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1902. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതായിരുന്നു? ഉത്തരം 1946. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശി? ഉത്തരം ജോർജ് യൂൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. സുതന്ത്ര പെരുമ എന്ന വിഖ്യാത തമിഴ് കാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. മഹാത്മാഗാന്ധി അന്തരിച്ചപ്പോഴുള്ള ഒരു മഹാന്റെ വാക്കുകളാണ് ഇത്. ആരാണ് ഈ മഹാൻ? ഉത്തരം ജവഹർലാൽ നെഹ്റു. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയ നേതാവ്?
ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. എവിടെ വെച്ചായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്? ഉത്തരം മുംബൈ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്? ഉത്തരം മുൽശങ്കർ. ചക്രവാത സദൃശനായ ഹിന്ദു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വിവേകാനന്ദന്റെ ശിഷ്യ? ഉത്തരം സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം? ഉത്തരം മാർഗരറ്റ് നോബിൾ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1897. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ബേലൂർ. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം? ഉത്തരം 1828. കൽക്കത്തയിൽ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് കൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1825. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം? ഉത്തരം നരേന്ദ്രനാഥ ദത്ത. 1894 രൂപവൽക്കരിച്ച നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി എന്താണ്? ഉത്തരം ഓണററി സെക്രട്ടറി. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് നിയോഗിച്ചത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഏതു തരം തോക്ക് ഉപയോഗിച്ചാണ് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത്? ഉത്തരം ഇറ്റാലിയൻ ബെറീഡ് പിസ്റ്റൽ. ഏതു ദിവസമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? ഉത്തരം വെള്ളിയാഴ്ച. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആരാണ്? ഉത്തരം റോയ്മാൻ റോളൺ. ഗാന്ധി ഘാതകനായ ഗോഡ്സെ ഏതു പത്രത്തിന്റെ എഡിറ്ററായിരുന്നു? ഉത്തരം ഹിന്ദുരാഷ്ട്രം. ഏത് വർഷമായിരുന്നു ഗാന്ധിജിയുടെ കേഡ സത്യാഗ്രഹം? ഉത്തരം 1918. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജി എവിടെ നിന്നാണ് ബാരിസ്റ്റർ അറ്റ് ലോ ബിരുദം നേടിയത്? ഉത്തരം ഇംഗ്ലണ്ട്. ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി ഏത് വർഷമാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്? ഉത്തരം 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. മൂന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം 1887 ചെന്നൈയിൽ. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം 1929 ലാഹോർ സമ്മേളനത്തിൽ. 1907 സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം റാഷ് ബിഹാരി ഘോഷ്. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹക്കിം അജ്മൽ ഖാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആചാര്യ JB കൃപലാനി. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം CR മജുംദാർ. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം ഏതാണ്? ഉത്തരം 1939.
1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഷിക്കാഗോ മത പാർലമെന്റിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി ആരാണ്? ഉത്തരം രാജാ രവിവർമ്മ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം? ഉത്തരം 1902. സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം? ഉത്തരം 1881. കേശവ് ചന്ദ്ര സെൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബ്രഹ്മസമാജം. 1805 മുതൽ 1814 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ച മഹാൻ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ദുപ്രകാശ് എന്ന പത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ട് തീവ്രവാദി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. പഞ്ചാബിലെ നവ്ജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. യോഗ വിശ്ലേഷണം, സാവിത്രി തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം അഹമ്മദാബാദിൽ വെച്ച്. നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം സൂററ്റിലെ ബർദോളി. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു? ഉത്തരം 78. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 1 തവണ. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഉത്തരം റസ്കിൻ രചിച്ച അൺടു ദി ലാസ്റ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം ഏതാണ്? ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട്. പയ്യന്നൂരിലും കോഴിക്കോടും ഉപ്പ് നിയമലംഘന സമരം നടന്നത് എപ്പോഴാണ്? ഉത്തരം 1930 ഏപ്രിലിൽ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി? ഉത്തരം KPR ഗോപാലൻ. ഗാന്ധിജിക്ക് നിരീശ്വരത്തിൽ ആഭിമുഖ്യം തോന്നിക്കാനിടയാക്കിയ ഗ്രന്ഥം ഏതാണ്? ഉത്തരം മനുസ്മൃതി. ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചത്? ഉത്തരം 1887. സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം 1919 മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു? ഉത്തരം അഹിംസ. UN ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഗാന്ധിജി വാരിക ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1904. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? ഉത്തരം സുബേദാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചത് എന്നായിരുന്നു? ഉത്തരം 1934 ഒക്ടോബർ 26. ഇന്ത്യക്കാരുടെ സമ്മതം കൂടാതെ ഇന്ത്യയെ
യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് അക്ഷന്തവ്യമായ അപരാധമായി പോയി എന്ന് തറപ്പിച്ചു പറഞ്ഞത് ആരാണ്? ഉത്തരം ക്ലെമൻ അറ്റ്ലി.